പോപ്പുലർ ഫണ്ടുകാര് വർഗീയത കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പദപ്രയോഗം പിണറായിക്കറിയുന്നത് സാമ്രാജ്യത്വമാണ്. പോപ്പുലർ ഫണ്ടുകാർ ഇപ്പോൾ സാമ്രാജ്യത്വത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാ ഇടതുപക്ഷത്തെ എതിർക്കുന്നത് എന്നാണ്. ആരാണിവിടെ സാമ്രാജ്യത്വത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടുള്ളത്? ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒറ്റയ്ക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചിമ ബംഗാള് ഇന്ന് ഏറ്റവും കൂടുതൽ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് സഹായം പറ്റിക്കൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ. ഒരു കാലത്ത് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളുടെയും ഗ്ലാസ് ചില്ലുകൾ തച്ചുടച്ചിരുന്ന ഡിവൈഎഫ്ഐക്കാരൻ ഇന്ന് എഡിബിയുടെ ഔദാര്യം പറ്റിക്കൊണ്ടിരിക്കുന്ന ഭരണ കസേരയിലിരുന്നു കൊണ്ട് സുഖമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ വിരുദ്ധത പ്രകടനം തുടങ്ങിയിരിക്കുന്നു. എന്താ സാമ്രാജ്യത്വ വിരുദ്ധം? നാട് മുഴുവനും സദ്ദാം ഹുസൈന്റെ ഫ്ലക്സ് ബോർഡ് വെക്കലാണ് സാമ്രാജ്യത്വ വിരുദ്ധത. നാട് മുഴുവനും അഹമ്മദ് നജാദിയുടെ ഫ്ലക്സ് വെച്ചാൽ അത് സാമ്രാജ്യത്വ വിരുദ്ധമാണെന്ന് പറയണ്ടേ? പ്രായോഗിക തലത്തില് ഒരു കാര്യത്തിലും CPM-ന് അധികാരമുള്ള കേന്ദ്രങ്ങളില് ഒരിടത്ത് പോലും സാമ്രാജ്യത്വത്തിനെതിരാണ് എന്ന് ഒന്ന് മിണ്ടാൻ പോലും ധൈര്യപൂർവ്വം പറയാൻ പോലും പറ്റാത്ത വിധം സാമ്രാജ്യത്വത്തിന്റെ ഏജന്റുമാരായി എടുത്തുകൊണ്ടിരിക്കുന്നത് പിണറായിയും പിണറായിയുടെ കോർപ്പറേറ്റ് കൂട്ടാളികളുമാണ്. ഞങ്ങളെ പിണറായി എതിർക്കുന്നതിന് കാരണങ്ങളുണ്ട്, ഞങ്ങൾക്കതറിയാം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ദുരൂഹമായ വ്യക്തിത്വമാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ പിണറായി വിജയന്റെ യഥാർത്ഥ മുഖം പിച്ചിച്ചീന്തിയ പ്രസ്ഥാനമാണ് പോപ്പുലർ ഫണ്ട്. അതുകൊണ്ട് പിണറായി ഞങ്ങൾക്ക് ശത്രുവല്ല. CPM ഇന്ന് പിണറായി തിരൂരിൽ പറഞ്ഞു, ഞങ്ങൾ CPM-നെ ശത്രുവാക്കിയിരിക്കുന്നുവെന്ന്. ഞങ്ങളുടെ ശത്രുവല്ല CPM. CPM-ന് ശത്രുവായി ഞങ്ങളെ തോന്നിയത് കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ യാതൊരു കാരണവുമില്ലാതെ വെട്ടിക്കൊലപ്പെടുത്തി. കണ്ണൂർ ജില്ലയില് ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യം അനുഭവിക്കാത്തവർ, നാടിന്റെ ഓരോ ഭാഗത്തും ജനാധിപത്യപരമായ സ്വാതന്ത്ര്യം അനുഭവിക്കാത്തവർ, ആ പാർട്ടിയാണിന്ന് പറയുന്നത് ഞങ്ങൾ കൊല്ലുന്ന കൂട്ടരാണ്. കോഴിക്കോട്ട് മീറ്റ് ദ പ്രസിൽ വെച്ചുകൊണ്ട് പത്രക്കാർ ചോദിച്ചു, കൊല്ലലാണ് തീവ്രവാദമെങ്കിൽ സഖാവേ കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനം CPM ആവേണ്ടേ എന്ന് ചോദിച്ചപ്പോ പിണറായി വിജയൻ ഉത്തരം മുട്ടി എന്നാ പത്രങ്ങൾ എഴുതിയത്. ഏതെല്ലാം ഘട്ടങ്ങളില് മുസ്ലിം സമുദായത്തെയും മുസ്ലിം സംഘടിത ശക്തിയെയും ചിന്ന ഭിന്നമാക്കാനും താറടിച്ച് കാണിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ടോ, ആ അവസരങ്ങളിലൊക്കെ തന്റെ തനിനിറം പുറത്തെടുത്തിട്ടുള്ള സ്വേച്ഛാധിപതിയായ ഒരു നേതാവാണ് പിണറായി വിജയൻ. അത് ഞങ്ങൾ തുടർന്ന് കാണിച്ചു. നിങ്ങൾക്കറിയോ, നമ്മുടെ നാട്ടിൽ നടക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു മാറാട് കൂട്ടക്കൊല. മാറാട് കൂട്ടക്കൊല നടന്നപ്പോ ആദ്യമായി പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുള്ളത് പിണറായി വിജയനാണ്. എന്താ പറഞ്ഞത്? മുസ്ലിം സമുദായം മാപ്പ് പറയണമെന്ന്. മുസ്ലിം സമുദായം മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ഏക നേതാവ് പിണറായി വിജയനായിരുന്നു.
മാത്രമല്ല ഏതെല്ലാം അവസരങ്ങളില് മുസ്ലിം സമുദായത്തെ താറടിച്ച് കാണിക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ മുസ്ലിം സമുദായത്തിന്റെ മുഖം വികൃതമാക്കാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട്. മാറാട് കൂട്ടക്കൊല നടന്നപ്പോ NDF-ന്റെ പരിശീലനം സിദ്ധിച്ച കേഡർമാരാണത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന നടത്തി ഒന്നാമതായി രംഗത്ത് വന്നു. ആരായിരുന്നു കേസിലെ പ്രതികൾ? 5.5 വർഷത്തിന് ശേഷം മാറാട് കേസ് വിചാരണ കഴിഞ്ഞു, വിധി വന്നു. വിധി വന്നപ്പോൾ ഒരൊറ്റ NDF-ന്റെ പ്രവർത്തകനും ജയിലിനകത്തുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഒരൊറ്റ NDF-ന്റെ പ്രവർത്തകനും അവിടെ ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല. 62 പേര് ശിക്ഷിക്കപ്പെട്ടതിൽ 18 പേര് CPM-ന്റെ പ്രവർത്തകന്മാരായിരുന്നു. കേരളത്തെ മുൾമുനയിൽ നിർത്തിയ മറ്റൊരു സംഭവമായിരുന്നു കശ്മീർ ഇഷ്യൂ. കാശ്മീരിലേക്ക് മുസ്ലിം ചെറുപ്പക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4 പേര് കാശ്മീരിൽ കൊല്ലപ്പെട്ടപ്പോൾ ആദ്യമായി രംഗത്ത് വന്നത് പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ പറഞ്ഞു, കാശ്മീരിൽ കൊല്ലപ്പെട്ടത് NDF-ന്റെ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ ചരിത്രം ഞങ്ങളെടുത്ത് പരിശോധിച്ചു. CPM-ന്റെ പ്രകടനങ്ങളില് ആരവപൂർവം ചുവന്ന റിബൺ കെട്ടി പ്രകടനം നടത്തിയ ആളായിരുന്നു ഫയാസ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തില് ഞങ്ങൾ വെല്ലുവിളിച്ചപ്പോ മിണ്ടാട്ടമില്ലാതായി. എന്താ വിഷയം? രാജ്യത്തെ അരക്ഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന